ഇന്നലെ സമ്മർ സ്ലാമിന്റെ ഡേ 1-ൽ റാൻഡി ഓർട്ടൺ വന്നതിനേക്കാൾ കൂടുതൽ കിഡിലൻ കിടുക്കാച്ചി ആർപ്പുവിളികൾ കിട്ടിയിട്ടുണ്ടായിരുന്ന ഒരു വൻജാതി റിട്ടേൺ ഇന്ന് നടന്നിട്ടുണ്ടായിരുന്നു. കെവിൻ ഓവൻസ്. അത് ഗൈസ്, സമ്മർ സ്ലാം ഡേ 2-ൽ കെവിൻ ഓവൻസ് ഒരു മരണമാസ റിട്ടേൺ നടത്തിയിട്ടുണ്ടായിരുന്നു. വേറെ ലെവലായിരുന്നു. പിന്നെ ഒരു എപ്പിക് ഷോഡൗൺ ഫ്രം റോമൻ റെയിൻസ് ആൻഡ് സെത്ത് റോളിൻസ്. അതുമല്ലാതെ കുറേ നല്ല അടിപൊളി മൊമെന്റ്സ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ സമ്മർ സ്ലാം ഡേ 2-ൽ നടന്നിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കി വന്നാലോ? ആ കാര്യങ്ങൾ നോക്കുന്നതിന് മുമ്പേ നിങ്ങൾക്ക് ഇന്നത്തെ സമ്മർ സ്ലാം ഡേ 2-ൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഏത് മാച്ചാണ്, ഏത് മൊമെന്റ് ആണ് എന്നുള്ളത് വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യാൻ മറക്കരുതേ. എവിടെയെങ്കിലും വെച്ച് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. വെൽക്കം ടു റെസ്ലിംഗ് മലയാളം. സമ്മർ സ്ലാമിന്റെ ഡേ 2 സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അൺഡിസ്പ്യൂട്ടഡ് WWE ചാമ്പ്യൻഷിപ്പിന് വേണ്ടിയിട്ടുള്ള നമ്പർ 1 കണ്ടന്ററെ കണ്ടെത്താൻ വേണ്ടി ഫിൻ ബാലർ വേഴ്സസ് സാമി സെയിൻ തമ്മിലുള്ള മാച്ചിലൂടെയായിരുന്നു. അതിലും ആദ്യം വന്നിട്ടുണ്ടായിരുന്നത് എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുണ്ടായിരുന്ന ഫിൻ ബാലറും. നല്ല രീതിയിൽ ചാൻറ്റുകൾ കിട്ടി. ഫിൻ ബാലർ റിംഗിലേക്ക് എത്തി. അടുത്തതായിട്ട് സാമി സെയിൻ വന്നു. സാമി സെയിനും നല്ല രീതിയിൽ ചാൻറ്റുകൾ കിട്ടി. ഫിൻ ബാലറിനേക്കാൾ കൂടുതൽ ഫാൻസ് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് സാമി സെയിനെ ആണെന്ന് തോന്നുന്നു. ആ രീതിയിലുള്ള ചാൻറ്റുകളായിരുന്നു സാമി സെയിനും കിട്ടിയിട്ടുണ്ടായിരുന്നത്. അതും കഴിഞ്ഞ് ഇവരുടെ മാച്ച് ഒഫീഷ്യലി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ്. മാച്ച് തുടങ്ങുന്നതിന് തൊട്ട് മുൻപേ തന്നെ നിക്ക് ആൽഡിസ് ഇന്റർഫിയർ ചെയ്ത് വരികയുണ്ടായി. നിക്ക് ആൽഡിസ് മാക്ഡോണിന്റെ ജനറൽ മാനേജറായിട്ട് റീജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്നലത്തെ മാച്ച് കഴിഞ്ഞതിന് ശേഷം. അപ്പോൾ നിക്ക് ആൽഡിസ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് എക്സിക്യൂട്ടീവ് ടീമുകളുടെ ഡിസ്കഷൻ പ്രകാരം ഈ ഒരു മാച്ചിലേക്ക് ഒരാളെ കൂടി നമുക്ക് ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് എന്ന് പറയുകയുണ്ടായി. ഫാൻസ് മുഴുവൻ കൈവിട്ട് കൈയടിക്കുകയായിരുന്നു, കൂവി വിളിക്കുകയായിരുന്നു. എല്ലാവരും ആവേശഭരിതരായിരിക്കുകയായിരുന്നു. ആരായിരിക്കും വരാൻ വേണ്ടി പോകുന്നത് എന്നുള്ളതിന്റെ ആകാംക്ഷയിലായിരുന്നു എല്ലാവരും ഉണ്ടായിരുന്നത്. എന്നാൽ ഫിൻ ബാലറിനും സാമി സെയിനും അത് തീരെ ഇഷ്ടപ്പെടാത്ത രീതിയിലായിരുന്നു കാണിച്ചിട്ടുണ്ടായിരുന്നത്. അത് മറ്റാരുമായിരുന്നില്ല, ഗുന്തർ. ദ റിംഗ് ജനറൽ ഗുന്തർ ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ ദിവസം നിക്ക് ആൽഡിസിനെ തോൽപ്പിച്ചിട്ടുണ്ടായിരുന്ന വ്യക്തിയായിരുന്നു ഗുന്തർ. അപ്പോൾ ആ ഒരു ഗുന്തർ വന്നുകൊണ്ട് നിക്ക് ആൽഡിസിന് കൈ കൊടുത്തു. എന്നിട്ട് റിംഗിലേക്ക് കയറി വരികയുണ്ടായി. സാമി സെയിൻ അത് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ലായിരുന്നു. ഫിൻ ബാലറിനും തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ലായിരുന്നു. കാരണം ഇവരെ രണ്ടുപേരെയും കഴിഞ്ഞ ദിവസം സ്മാക്ഡൗണിൽ വെച്ച് അറ്റാക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു വ്യക്തി തന്നെയായിരുന്നു ഗുന്തർ എന്ന് പറയുന്നത്. അങ്ങനെ ഗുന്തർ റിംഗിലേക്ക് എത്തി ഈ ഒരു മാച്ച് ട്രിപ്പിൾ ത്രെഡ് മാച്ച് ആക്കിയിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നു. ആ സമയത്ത് തന്നെ നിക്ക് ആൽഡിസ് പറയുകയുണ്ടായി, എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ തീരുമാനം ട്രിപ്പിൾ ത്രെഡ് മാച്ച് അല്ല, ഒരു ഫേറ്റൽ 4-way മാച്ചാക്കി നടത്താൻ വേണ്ടിയിട്ടാണ് എന്ന്. ഫാൻസ് നിലവിട്ട് അടുത്ത കയ്യടിയോട് കയ്യടിയായിരുന്നു. ഫാൻസ് നിർത്തിയിട്ടുണ്ടായിരുന്നില്ല. ഫേറ്റൽ 4-wayയിലെ അടുത്ത മെമ്പർ ആരാണ് എന്നുള്ളത് ഇതാ കാണിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അതാ വരുന്നു കെവിൻ ഓവൻസ്. എൻ്റെ മക്കളെ, ഫാൻസിന്റെ ഒരു കയ്യടി കേൾക്കണമായിരുന്നു. 2020 റോയൽ റംബിളിൽ എഡ്ജ് വന്നപ്പോൾ എന്തായിരുന്നു ഉണ്ടായിരുന്നത്? ആ ഒരു ലെവൽ ഓഫ് പോപ്പായിരുന്നു കെവിൻ ഓവൻസിന് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഒരു രക്ഷയുണ്ടായിരുന്നില്ല. കിഡിലൻ എന്ന് പറഞ്ഞ കിഡിലൻ എൻട്രി. കെവിൻ ഓവൻസിനെ കണ്ടപ്പോൾ തുറന്നിട്ടുള്ള സാമി സെയിന്റെ വായ പിന്നീട് അടഞ്ഞിട്ടുണ്ടായിരുന്നില്ല. വാവ്, വാട്ട് എ മൊമെന്റ് ബ്രോ. കെവിൻ ഓവൻസ് വന്നതോടുകൂടി ഗുന്തറിനെയും ഫിൻ ബാലറിനെയും മാറി മാറി അടിച്ച് ക്യാനൺ ബോൾ എല്ലാം തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീട് സാമി സെയിനുമായിട്ടുള്ള എപ്പിക് ഫേസ് ഓഫ്. വളരെ നാളുകളായിട്ടുള്ള സുഹൃത്തുക്കളാണല്ലോ. രണ്ടുപേരും വന്ന് ഹഗ് ചെയ്യുകയുണ്ടായി. അത് കഴിഞ്ഞതിന് ശേഷം രണ്ടുപേരും ഒഫീഷ്യലി ആ ഒരു മാച്ച് സ്റ്റാർട്ട് ചെയ്തു. കെവിൻ ഓവൻസിന്റെ ഒരുപാട് കിഡിലൻ മൊമെന്റുകളെല്ലാം തന്നെ ഈ ഒരു മാച്ചിലൂടെ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. കെവിൻ ഓവൻസ് ടോപ്പ് റോപ്പിന്റെ മുകളിൽ കയറി 3 പേരുടെ മേലേക്ക് ഒരു സ്വാൻടൺ ചെയ്യുന്നതെല്ലാം തന്നെ നമ്മൾ കണ്ടു. ഈ ഒരു മാച്ചിനിടയ്ക്ക് കെവിൻ ഓവൻസിനെ ഗുന്തർ സ്ലീപ്പർ ഹോൾഡ് ചെയ്യുകയുണ്ടായി. എന്നാൽ ആ ഒരു സ്ലീപ്പർ ഹോൾഡിൽ നിന്നും വിടിപ്പിക്കാൻ വേണ്ടി സാമി സെയിൻ ആയിരുന്നു പുറകിൽ നിന്നും വന്നിട്ടുണ്ടായിരുന്നത്. അതുപോലെ കുറച്ച് നേരങ്ങൾക്ക് ശേഷം ഗുന്തർ ഫിൻ ബാലറിനെ തന്റെ സബ്മിഷൻ മൂവ്, സ്ലീപ്പർ ഹോൾഡ് അല്ല, അതല്ലാതെ ഒരു ലെഗിന്റെ സബ്മിഷൻ മൂവ് എല്ലാം തന്നെ ചെയ്തപ്പോൾ കെവിൻ ഓവൻസ് ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. എന്നിട്ടൊരു മൂലയിലിട്ട് ഗുന്തറിനെ ചവിട്ടിക്കൂട്ടി. ഫിൻ ബാലറിനെ ടേൺബക്കിളിന്റെ മുകളിൽ നിന്നും കെവിൻ ഓവൻസ് താഴേക്ക് എടുത്തിട്ട സമയത്ത് അത് മുതലാക്കാൻ വേണ്ടിയിട്ട് സാമി സെയിൻ കെവിൻ ഓവൻസിനെ എടുത്ത് പുറത്തേക്ക് വലിച്ചെറിഞ്ഞു. എന്നിട്ട് പിൻ ചെയ്ത് നോക്കി. പക്ഷേ ഫിൻ ബാലറിനെ തോൽപ്പിക്കാൻ കഴിഞ്ഞില്ല. പിന്നീട് സാമിയും ഫിൻ ബാലറും അവിടെ നിന്ന് തല്ലുണ്ടാക്കുന്ന സമയത്ത് ഫാൻസ് മുഴുവൻ സാമി സക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ചാൻഡുകളായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. സാമി സെയിനെ ആർക്കും തന്നെ ഇഷ്ടമായിരുന്നില്ല. ടേൺബക്കിളിന്റെ മുകളിൽ നിന്നും ഒരു സ്വാൻടൺ ബോംബ് ചെയ്യാൻ വേണ്ടി നിന്നിട്ടുണ്ടായിരുന്ന കെവിൻ ഓവൻസിനെ തന്റെ കാൽമുട്ട് വെച്ചുകൊണ്ട് തടഞ്ഞിട്ടായിരുന്നു സാമി സെയിൻ അവിടെ പ്രതികാരം തീർത്തിട്ടുണ്ടായിരുന്നത്. കെവിൻ ഓവൻസിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി നിന്നപ്പോഴേക്കും റഫറി എന്തോ പറ്റിയിട്ടുണ്ടോ എന്ന് വെയിറ്റ് ചെയ്യണം എന്നുള്ളത് പറഞ്ഞപ്പോൾ സാമി സെയിൻ അത് തീരെ ഇഷ്ടപ്പെട്ടില്ല. സാമി സെയിൻ ഒരു ഹെല്ലോ കിക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. പക്ഷേ അപ്പോഴേക്കും ഇടയിൽ കയറി ഗുന്തർ വന്നു സ്ലീപ്പർ ഹോൾഡ് ചെയ്യുകയുണ്ടായി. രണ്ടുപേരും സ്ലീപ്പർ ഹോൾഡ് ചെയ്ത് അവിടെ കിടക്കുന്ന സമയത്ത് ഫിൻ ബാലർ ടേൺബക്കിളിന്റെ മുകളിൽ നിന്നും അദ്ദേഹത്തിന്റെ കൂപ്പ് ദ ഗ്രാസ് മൂവും ചെയ്യുകയുണ്ടായി. പിൻ ചെയ്തു നോക്കി, പക്ഷേ ഗുന്തർ അവിടെ ഇന്റർഫിയർ ചെയ്തു. പിന്നീട് കെവിൻ ഓവൻസിന്റെ ഒരു ആറാട്ടായിരുന്നു. കെവിൻ ഓവൻസ് വന്നു, ഒരു സൂപ്പർ കിക്ക് കൊടുത്തു ഗുന്തറിന്. അത് കഴിഞ്ഞ് ഫിൻ ബാലറിന് ഒരു സ്റ്റണ്ണർ കൊടുത്തു. അത് കഴിഞ്ഞ് ഗുന്തറിന് ഒരു സ്റ്റണ്ണർ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് സാമി സെയിൻ ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. സാമി അദ്ദേഹത്തിന്റെ ഫിനിഷർ കെവിൻ ഓവൻസിന്റെ മേൽ ചെയ്തപ്പോൾ കെവിൻ ഓവൻസ് അവിടെ തോറ്റു കൊടുത്തുമില്ല. സാമി സെയിൻ ഒരു ഹെല്ലുവ കിക്കിന് വേണ്ടി
ഓടി വന്നപ്പോഴേക്കും കെവിൻ ഓവൻസ് അതാ കൊടുക്കുന്നു സൂപ്പർ കിക്ക് ആൻഡ് സ്റ്റണ്ണർ ആൻഡ് 1 2 3. Kevin Owens is the winner and number one contender for undisputed WWE Championship. ഫിൻ ബാലറിന് അർഹിച്ച വിജയമായിരുന്നു ഇത് എന്നുണ്ടെങ്കിലും കെവിൻ ഓവൻസ് തിരിച്ചു വന്ന് അദ്ദേഹം വിജയിച്ചതുകൊണ്ട് നോ പ്രോബ്ലം, കെവിൻ ഓവൻസിനും ഇത് അർഹിച്ച വിജയം തന്നെയാണ്. പിന്നീട് നടന്നിട്ടുണ്ടായിരുന്നത് ട്രിക് വില്യംസ് വേഴ്സസ് ബാരോൺ കോർബിൻ തമ്മിലുണ്ടായിരുന്ന യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ചാമ്പ്യൻഷിപ്പ് മാച്ചായിരുന്നു. ബാരോൺ കോർബിന്റെ പുതിയൊരു ക്യാരക്ടറിലുള്ള തിരിച്ചുവരവായിരുന്നു നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. ആ ഒരു ബാരോൺ കോർബിൻ ആദ്യമായിട്ട് ചലഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത് ട്രിക് വില്യംസിനെയും ആയിരുന്നു. ഫാൻ സപ്പോർട്ട് മുഴുവൻ ഒബ്വിയസ്ലി ട്രിക് വില്യംസിനായിരുന്നു. ട്രിക് വില്യംസ് നല്ല രീതിയിൽ ഒരു പവർ സ്റ്റാർ ആയിട്ട് വരുന്നുണ്ട് എന്നുള്ളത് നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാവുന്നതാണ്. മാച്ചിനിടയ്ക്ക് ട്രിക് വില്യംസ് റിംഗ് സൈഡിൽ വെച്ച് ഒരു ടേബിൾ എല്ലാം തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കോർബിൻ ട്രിക് വില്യംസിനെ ബാരിക്കേഡിന്റെ മുകളിലേക്കും റിംഗ് പോസ്റ്റിന്റെ മുകളിലേക്കും സ്റ്റീൽ സ്റ്റെപ്പിന്റെ മുകളിലേക്കും എല്ലാം തന്നെ എടുത്തെറിഞ്ഞിട്ടുണ്ടായിരുന്നു. ട്രിക് വില്യംസിന്റെ കൂടെ വന്നിട്ടുണ്ടായിരുന്ന ലില്യാട്ടി ബാരോൺ കോർബിനുമായിട്ട് സംസാരിക്കുന്നതും ബാരോൺ കോർബിൻ അദ്ദേഹത്തെ എടുത്ത് ബാരിക്കേഡിന്റെ മുകളിലേക്ക് എറിയുന്നതും നമ്മൾ കണ്ടു. അപ്പോഴേക്കും ലില്യാട്ടി ഒരു കെൻഡോ സ്റ്റിക്ക് ഉപയോഗിച്ച് ബാരോൺ കോർബിനെ പേടിപ്പിക്കുന്നതും റിംഗിലേക്ക് കയറ്റുന്നതും നമ്മൾ കണ്ടു. അതിന്റെ ഇടയിൽ ഒരു മണ്ടംകളി എല്ലാം തന്നെ കളിച്ചിരുന്നു. അതായത് ബാരോൺ കോർബിൻ പുറത്ത് നിന്നിട്ടുണ്ടായിരുന്ന ലില്യാട്ടിയെ വിളിച്ച് യാട്ടി വാ എന്ന് പറഞ്ഞിട്ട് വിളിച്ച് കെൻഡോ സ്റ്റിക്ക് കൊണ്ട് ഒരു അടി വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത്രയും ശബ്ദത്തിൽ വിളിക്കേണ്ടിയിരുന്നില്ല, അത് ക്യാമറയിൽ വരെ കേട്ടിട്ടുണ്ടായിരുന്നു. ട്രിക് വില്യംസ് അദ്ദേഹത്തിന്റെ ഫിനിഷർ ബാരോൺ കോർബിന്റെ മേലേക്ക് ചെയ്തെങ്കിലും ബാരോൺ കോർബിനെ തോൽപ്പിക്കാനായില്ല. കോർബിൻ റിംഗ് സൈഡിലേക്ക് വന്നുകൊണ്ട് ചാമ്പ്യൻഷിപ്പ് ബെൽറ്റ് എടുത്ത് അത് വെച്ച് അടിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഉന്നം വെച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ കയറുന്നതിന് മുമ്പേ ലില്യാട്ടി ചെറുതായിട്ടൊരു സംസാരം ഉണ്ടായി. ട്രിക് വില്യംസ് അത് ചോദിക്കാൻ വേണ്ടി വന്ന് ഇവരെ രണ്ടുപേരെയും തമ്മിലുള്ള ഒരു തല്ലും പിടിയും അവിടെ ഉണ്ടായപ്പോൾ ലില്യാട്ടി നേരെ വീണത് നേരത്തെ ട്രിക് വില്യംസ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ടേബിളിന്റെ മുകളിലേക്ക്. ഈ ഒരു അവസരം മുതലെടുത്തുകൊണ്ട് ബാരോൺ കോർബിൻ ആ ഒരു ചാമ്പ്യൻഷിപ്പ് ഉപയോഗിച്ച് ട്രിക് വില്യംസിന്റെ മോന്തക്കിട്ട് അടിച്ചു. ട്രിക് വില്യംസിന് എൻഡ് ഓഫ് ഡേയ്സ് കൊടുത്തു. അങ്ങനെ ആ ഒരു മാച്ചിൽ ബാരോൺ കോർബിൻ വേൾഡ് ചാമ്പ്യൻഷിപ്പ് അല്ല യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ചാമ്പ്യൻഷിപ്പ് വിജയിക്കുകയുണ്ടായി. പിന്നീട് ഡൊമിനിക് മിസ്റ്റീരിയോ വേഴ്സസ് ഡാൻ ഹൗസൺ തമ്മിലുള്ള ഒരു മത്സരം നടക്കുകയുണ്ടായി. ഈ മത്സരത്തിൽ വിജയിക്കണമെന്നുണ്ടെങ്കിൽ സബ്മിഷൻ മൂവിലൂടെയോ പിൻ ചെയ്തിട്ടോ തോൽപ്പിച്ചിട്ട് കാര്യമില്ല. ഇതിൽ വിജയിക്കാനുള്ള ഒരേ ഒരു വഴി ഒരു കോർണർ പോസ്റ്റിൽ ഒരു പോൾ വെച്ചിട്ടുണ്ടായിരിക്കും. ആ പോളിന്റെ മുകളിൽ ഒരു സഞ്ചി തൂക്കിയിട്ടിട്ടുണ്ട്. ആ സഞ്ചി ആരാണോ ആദ്യം കയറിയെടുക്കുന്നത് അവരായിരിക്കും ഈ ഒരു മത്സരത്തിൽ വിജയിക്കാൻ വേണ്ടി പോകുന്നത്. ഈ മാച്ചിന്റെ ഇടയ്ക്ക് ഒരു പോയിന്റിൽ എത്തിയപ്പോൾ ഡാൻ ഹൗസൻ ആ ഒരു പോളിൽ കയറി സംഭവം എടുക്കാൻ വേണ്ടി നിൽക്കുകയായിരുന്നു. അപ്പോഴേക്കും JD മക്ഡോണ, നമ്മുടെ ഡൊമിനിക് മിസ്റ്റീരിയോയുടെ ടീമായിട്ടുള്ള JD വന്നുകൊണ്ട് ഡാൻ ഹൗസനെ അറ്റാക്ക് ചെയ്തു. എന്നിട്ട് ടേൺ ബക്കിളിന്റെ മുകളിൽ നിന്നും ഒരു മൂൺ സോൾട്ട് ചെയ്യുകയുണ്ടായി. അപ്പോഴേക്കും JD അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് 4 മിനി ഹൗസൻസ് വരികയുണ്ടായി. 4 പേരെയും JD എടുത്ത് എറിയുകയുണ്ടായി. ഓരോരുത്തരായിട്ട് എടുത്ത് അറ്റാക്ക് ചെയ്യുകയുണ്ടായി. എൻ്റെ മോനെ, അതിലൊരു കിഡിലൻ മിനി ഹൗസൻ ഉണ്ടായിരുന്നു. JD എടുത്ത് പഞ്ഞിക്കിട്ടിട്ടുണ്ടായിരുന്നു. JDക്ക് ഒരു ഡ്രോപ്പ് കിക്കും ഒരു DDTയും അങ്ങനെയുള്ള ഒരുപാട് സാധനങ്ങളെല്ലാം തന്നെ ആ ഒരു മിനി ഹൗസൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇവരിലെ ഏറ്റവും ബെസ്റ്റ് പെർഫോമർ ആ ഒരു മിനി ഹൗസൻ തന്നെയായിരുന്നു. അവരെല്ലാവരും കൂടി ഒരാളുടെ തലയിൽ മറ്റേ ആൾ കയറി നിന്ന് ആ ഒരു മണി ബാഗ് കൈക്കലാക്കാൻ വേണ്ടിയിട്ടായിരുന്നു ശ്രമിച്ചത്. JD മാത്രമായിരുന്നില്ല, ഡൊമിനിക് മിസ്റ്റീരിയോയും മിനി ഹൗസൻ വന്നുകൊണ്ട് അറ്റാക്ക് ചെയ്യുകയുണ്ടായി. അതൊരു കിഡിലൻ മുതലായിരുന്നു. പണ്ട് നമ്മുടെ ഹോൺസ്ബുകൾ ഉണ്ടായിരുന്നല്ലോ, ഹോൺസ്ബുകൾ പേടിച്ചുകൊണ്ട് പോവുകയായിരുന്നല്ലോ ചെയ്തിരുന്നത്. പക്ഷേ ഈ മിനി ഹൗസൻ അതായിരുന്നില്ല. മിനി ഹൗസൻ നന്നായിട്ട് അറ്റാക്ക് ചെയ്യുന്നുണ്ട്. കിഡിലൻ പെർഫോമൻസ് ആയിരുന്നു. വീണ്ടും ഡാൻ ഹൗസൻ ആ ഒരു സഞ്ചി എടുക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് JD വന്നുകൊണ്ട് ഡാൻ ഹൗസനെ അറ്റാക്ക് ചെയ്ത് പുറത്തേക്ക് ഇടുകയുണ്ടായി. അപ്പോഴതാ വരുന്നു ജോ ഹെൻറി. അദ്ദേഹം ഒരു ഗിറ്റാറുമായിട്ട് അവിടേക്ക് വരികയുണ്ടായി. എൻട്രൻസ് റാമ്പിൽ തന്നെ വെച്ചുകൊണ്ട് JD മക്ഡോണയുടെ പുറത്തേക്ക് ആ ഒരു ഗിറ്റാർ വെച്ച് അടിച്ചു. ഡൊമിനിക് മിസ്റ്റീരിയോ ആ ഒരു സഞ്ചി എടുക്കാൻ വേണ്ടി പോയപ്പോഴേക്കും ഡാൻ ഹൗസൻ ഡൊമിനിക്കിനെ കേഴ്സ് ചെയ്തു. യു ആർ കേഴ്സ്ഡ് എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ടേൺ ബക്കിളിന്റെ അവിടെ നിന്നും ആ ഒരു പോസ്റ്റിൽ നിന്നും തീ തുപ്പുകയുണ്ടായി. ഡൊമിനിക് മിസ്റ്റീരിയോ നിലത്തേക്ക് വീഴുകയുണ്ടായി. ഡാൻ ഹൗസൻ കയറി ആ ഒരു സഞ്ചി എടുത്ത് ആ ഒരു മാച്ചിൽ വിജയിച്ചു. പിന്നീട് നടന്നിട്ടുണ്ടായിരുന്നത് ഇന്റർ കോണ്ടിനെന്റൽ ചാമ്പ്യൻഷിപ്പ് മാച്ച് ആയിരുന്നു. പെൻഡ വേഴ്സസ് ചാഡ് ഗേബിൾ തമ്മിലുള്ള മത്സരം. ചാഡ് ഗേബിൾ ഏകദേശം 6ഓളം തവണയായി ഈ ഒരു ഇന്റർ കോണ്ടിനെന്റൽ ചാമ്പ്യൻഷിപ്പിന് വേണ്ടിയിട്ട് മത്സരിച്ചുകൊണ്ടിരിക്കുന്നു. ഇതുവരെ അദ്ദേഹത്തിന് അത് വിജയിക്കാൻ കഴിഞ്ഞിട്ടില്ല. ചാഡ് ഗേബിൾ ഇപ്പോൾ അദ്ദേഹത്തിന്റെ പീക്ക് ലെവലിൽ നിൽക്കുകയാണ്. എൽ ഗ്രാൻഡ് അമേരിക്കാനോ എന്നെല്ലാം തന്നെ പറഞ്ഞിട്ടുള്ള ആ ഒരു ക്യാരക്ടറിൽ നിന്നെല്ലാം തന്നെ ഇറങ്ങി നിൽക്കുന്ന സമയത്തായിരുന്നു അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടുണ്ടായിരുന്നത്. അതും ഗ്രാൻഡസ്റ്റ് സ്റ്റേജിൽ തന്നെ സമ്മർസ്ലാമിൽ വെച്ച്. ഈ ഒരു മാച്ചിനിടയ്ക്ക് മത്സരിക്കുമ്പോൾ ചാഡ് ഗേബിളിന്റെ തല പൊട്ടി അവിടെ നിന്നും ചെറുതായിട്ട് ബ്ലഡ് എല്ലാം തന്നെ വരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. മാച്ചിനിടയ്ക്ക് ചാഡ് ഗേബിൾ 2 തവണയായിട്ട് സബ്മിഷൻ മൂവുകൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ആദ്യം തന്നെ ഒരു ആംഗിൾ ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീട് പെൻഡയുടെ കൈക്ക് വെച്ച് റിംഗ് റോപ്പിൽ പിടിച്ചുകൊണ്ട് അവിടെ നിന്നും ഒരു സബ്മിഷൻ മൂവ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് ആപ്രോണിന്റെ മുകളിൽ വെച്ച് പെൻഡയെ ഒരു ജർമ്മൻ സൂപ്ലക്സ് ചെയ്യുകയുണ്ടായി. അതുപോലെ ടേൺ ബക്കിളിന്റെ മുകളിൽ നിന്നും ഒരു മെക്സിക്കൻ ഡിസ്ട്രോയർ ആപ്രോണിന്റെ മുകളിലേക്ക് പെൻഡ ചാഡ് ഗേബിളിനെതിരെ ചെയ്യുകയുണ്ടായി. എന്നിട്ട് പിൻ ചെയ്ത് നോക്കി, പക്ഷേ ചാഡ് ഗേബിൾ തോറ്റില്ല.
അങ്ങനെ ഇവരുടെ മത്സരത്തിന്റെ ഏറ്റവും അവസാനം പെൻഡ അദ്ദേഹത്തിന്റെ ഫിനിഷർ ചാറ്റ് ഗേബിളിന്റെ മുകളിൽ ചെയ്യാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുകയായിരുന്നു കോർണറിൽ. ചാറ്റ് ഗേബിൾ അവിടെ കിടക്കുകയായിരുന്നു. പക്ഷെ ആ ഒരു ഫിനിഷർ നേരെ മാറ്റിക്കൊണ്ട് ചാറ്റ് ഗേബിൾ അദ്ദേഹത്തിന്റെ ആംഗിൾ ലോക്ക് അവിടെ ചെയ്യുകയുണ്ടായി. ദ ഫേമസ് ആംഗിൾ ലോക്ക്. ആംഗിൾ ലോക്ക് നോർമലായിട്ട് ചെയ്തു കഴിഞ്ഞാൽ വിജയിക്കാൻ കഴിയില്ല എന്ന് തോന്നിയത് കൊണ്ടായിരിക്കണം ചാറ്റ് ഗേബിൾ വീണ്ടും അത് മുറുകെ പിടിച്ചുകൊണ്ട് അവിടെ കിടക്കുകയുണ്ടായി. അതോടുകൂടി പെൻഡയ്ക്ക് തോറ്റു കൊടുക്കുകയല്ലാതെ വേറെ വഴിയില്ലായിരുന്നു. അതെ, പെൻഡ തോറ്റു. ചാറ്റ് ഗേബിൾ ന്യൂ ഇന്റർ കോണ്ടിനെന്റൽ ചാമ്പ്യനായിട്ട് മാറുകയുണ്ടായി. ചാറ്റ് ഗേബിളിന്റെ കരിയറിലെ തന്നെ ആദ്യത്തെ സിംഗിൾ ചാമ്പ്യൻഷിപ്പാണ് അദ്ദേഹം നേടിയിട്ടുള്ളത്. വർഷങ്ങളായി WWE വന്നിട്ടും ഇപ്പോഴാണ് അദ്ദേഹത്തിന് ഏറ്റവും ചെറിയൊരു ചാമ്പ്യൻഷിപ്പെങ്കിലും കിട്ടുന്നത്. അടുത്തതായിട്ട് നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന സമ്മർ സ്ലാം 2026 ഡേ 2 മെയിൻ ഇവന്റ്, ദ ബാറ്റിൽ ഓഫ് ബ്രദേഴ്സ്. റോമൻ റെയിൻസും സെത്ത് റോളിൻസും തമ്മിലുള്ള ആ ഒരു ഫൈറ്റാണ് ഇനി നടക്കാൻ വേണ്ടി പോകുന്നത്. വർഷങ്ങളായിട്ട് ഇവർ തമ്മിൽ മത്സരിച്ചിട്ടുണ്ടായിരുന്നു എന്നുണ്ടെങ്കിലും ഇതിൽ ഒരിക്കൽ പോലും റോമൻ റെയിൻസിന് വിജയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്. സോ റോമനെ ഇത്തവണയെങ്കിലും വിജയിക്കാൻ വേണ്ടി കഴിയുമോ, അതോ റോമന്റെ കയ്യിൽ നിന്നും ചാമ്പ്യൻഷിപ്പ് സെത്ത് റോളിൻസ് കൊണ്ടുപോകുമോ എന്നുള്ളതാണ് ഇന്നത്തെ ഈ ഒരു സമ്മർ സ്ലാമിന്റെ മെയിൻ ഇവന്റോടുകൂടി അറിയാൻ കഴിയുന്നത്. ഇവർ രണ്ടുപേരും ഭയങ്കര സിങ്കാണ്. പണ്ട് ഷീൽഡിൽ തുടങ്ങിയത് കൊണ്ടാണെന്ന് തോന്നുന്നു. ഭയങ്കര കെമിസ്ട്രിയാണ് ഇവർ തമ്മിൽ. റിങ്ങിൽ വന്നു കഴിഞ്ഞാൽ നല്ല കിടിലൻ മാച്ച് തന്നെ നമുക്ക് കിട്ടാറുണ്ട്. അപ്പോൾ ഈ ഒരു മാച്ചും അതുപോലെ കിട്ടുമെന്നുള്ളത് നമുക്ക് പ്രതീക്ഷിക്കാം. മത്സരം തുടങ്ങിയപ്പോൾ ആദ്യം തന്നെ എത്തിയിട്ടുണ്ടായിരുന്നത് സെത്ത് ഫ്രീക്കിംഗ് റോളിൻസ് ആയിരുന്നു. റോളിൻസ് വരുന്ന അദ്ദേഹത്തിന്റെ മ്യൂസിക് ഇടുന്നതിന് തൊട്ട് മുൻപേ തന്നെ ഷീൽഡിന്റെ ഡ്രസ്സ് ധരിച്ചുകൊണ്ട് ഒരു വ്യക്തി അവിടെ നിന്നിട്ടുണ്ടായിരുന്നു. ഐ തോട്ട് ഇറ്റ് വാസ് സെത്ത് റോളിൻസ്, പക്ഷേ സെത്ത് റോളിൻസ് ആയിരുന്നില്ല. ആ ഒരു വ്യക്തി അവിടെ നിന്നും പോയിട്ട് സെത്ത് റോളിൻസ് വീണ്ടും വന്നു. അദ്ദേഹത്തിന്റെ ബേൺ ഇറ്റ് ഡൗൺ മ്യൂസിക്കും അവിടെ ഇട്ടുകൊണ്ട് റോളിൻസിന്റെ ഒരു എൻട്രി ആയിരുന്നു നമ്മൾ കണ്ടത്. പിന്നീട് കണ്ടത് റോമൻ റെയിൻസ് OTCയുടെ എൻട്രൻസ് ആയിരുന്നു. ഭയങ്കര ഓറായിരുന്നു. ഫാൻസും മുഴുവൻ OTC എന്ന് പറഞ്ഞിട്ടുള്ള ചാൻറ്റുകളും റോമൻ റെയിൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ചാൻറ്റുകളും ക്യാമറ ഉയർത്തിപ്പിടിച്ച് വിരലുകൾ ഉയർത്തിപ്പിടിച്ച് നിൽക്കുന്ന ഫാൻസിനെയുമായിരുന്നു നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ തന്റെ എപ്പിക് എൻട്രൻസുമായിട്ട് റോമൻ റെയിൻസ് റിംഗിലേക്ക് എത്തി. ആ മാച്ചിന്റെ ഏറ്റവും അവസാനം രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ചോപ്പുകൾ കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൽ റോമൻ റെയിൻസ് സെത്ത് റോളിൻസിന്റെ മോന്തക്കിട്ട് കൊടുത്ത ഒരു ചോപ്പ് നേരെ പോയി വീണിട്ടുണ്ടായിരുന്നത് റഫറിയുടെ മേലേക്കായിരുന്നു. റഫറി വീണതും ഫാൻസ് മുഴുവൻ അവിടെ നിന്നും എഴുന്നേൽക്കുന്നതായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത്. ആരുടെയും ഒരാളുടെ വരവാണല്ലോ ഉള്ളത് എന്നുള്ളത് ഫാൻസിന് വരെ മനസ്സിലായിട്ടുണ്ട്. ഫാൻസ് നോക്കി നിൽക്കുന്നുണ്ട്. അപ്പോഴേക്കും അവർ അവിടെ നിന്നും ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. റോമൻ റെയിൻസ് അദ്ദേഹത്തിന്റെ DDT സെത്ത് റോളിൻസിന്റെ മേലേക്ക് ചെയ്യുകയുണ്ടായി. റോമൻ സ്പിയർ ചെയ്യാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുന്നു. വീണ്ടും സെത്ത് റോളിൻസ് അവിടെ നിന്നും മാറുന്നു. അവിടെ വീണ്ടും ആ ഒരു സ്പിയർ കിട്ടിയിട്ടുണ്ടായിരുന്നത് റഫറിക്ക് തന്നെ. സ്പിയർ മാറിയല്ലോ എന്നുള്ള സങ്കടത്തിൽ അവിടെ മുട്ടുകുത്തി നിന്നിട്ടുണ്ടായിരുന്നു. റോമൻ റെയിൻസിന് കിട്ടിയിട്ടുണ്ടായിരുന്നത് സെത്ത് റോളിൻസിന്റെ കയ്യിൽ നിന്നും ഒരു കർബ് സ്റ്റോംപ് ആയിരുന്നു. ഇനി ആരാണ് വരാൻ വേണ്ടി പോകുന്നത്? ആരും വരാൻ വേണ്ടിയിട്ടല്ല, ആ ഒരു ചാമ്പ്യൻഷിപ്പ് ഉപയോഗിച്ചുകൊണ്ട് റോമൻ റെയിൻസിനെ അറ്റാക്ക് ചെയ്യാമെന്നുള്ളതാണ് സെത്ത് റോളിൻസിന്റെ പ്ലാനുകൾ ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു. അങ്ങനെ ചാമ്പ്യൻഷിപ്പിന്റെ അടുത്തേക്ക് എത്തി. ചാമ്പ്യൻഷിപ്പും വിട്ട് അദ്ദേഹം പോയിട്ടുണ്ടായിരുന്നത് ചാമ്പ്യൻഷിപ്പിനേക്കാൾ വിലമതിക്കുന്ന, ഇവരുടെ ഈ ഒരു ഫ്യൂഡിൽ ഏറ്റവും കൂടുതൽ വിലമതിക്കാനാകാത്ത സ്റ്റീൽ ചെയറിന്റെ അടുത്തേക്കായിരുന്നു. അങ്ങനെ ആ ഒരു ചെയർ എടുത്തുകൊണ്ട് സെത്ത് റോളിൻസ് റിങ്ങിനകത്തേക്ക് എത്തി. റോമൻ പുറംതിരിഞ്ഞു നിൽക്കുമ്പോൾ റോമനെ തല്ലാൻ വേണ്ടി പുറകിലായിട്ട് സെത്ത് റോളിൻസ് ഉണ്ടായിരുന്നു. തല്ലുന്നതിന് തൊട്ടു മുൻപ് തന്നെ റോമൻ നേരെ തിരിഞ്ഞുകൊണ്ട് റോളിൻസിന്റെ മോന്തക്കിട്ടൊരു ചോപ്പ് കൊടുക്കുകയുണ്ടായി. റോമൻ റെയിൻസ് ആ ഒരു സ്റ്റീൽ ചെയർ എടുക്കുകയുണ്ടായി. പക്ഷെ ആ സ്റ്റീൽ ചെയർ ഉപയോഗിച്ചുകൊണ്ട് അടിക്കുന്നതിന് പകരമായിട്ട് ചെയർ എടുത്ത് റിംഗ് സൈഡിലേക്കായിരുന്നു റോമൻ ഇട്ടിട്ടുണ്ടായിരുന്നത്. സെത്ത് റോളിൻസിന് വരെ അത് വിശ്വസിക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എന്തുകൊണ്ടാണ് റോമൻ അത് ചെയ്യാതിരുന്നത് എന്നുള്ളതിന്റെ ആശ്ചര്യത്തിലായിരുന്നു സെത്ത് റോളിൻസ് റോമനെ നോക്കിയിട്ടുണ്ടായിരുന്നത്. എനിക്ക് ആ ഒരു ചെയർ വേണ്ട, നിന്നോട് പ്രതികാരം തീർക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഇവിടെ വെച്ച് ഒറ്റക്കൊറ്റക്ക് തീർക്കണം എന്നുള്ള രീതിയിലായിരുന്നു റോമൻ അവിടെ പറഞ്ഞത്. പിന്നീട് രണ്ടുപേരും കൂടി പെരും അടിയായിരുന്നു. ആ മോന്തക്കടിയുടെ ഏറ്റവും അവസാനം സെത്ത് റോളിൻസ് ഒരു സൂപ്പർ കിക്ക് അവിടെ കൊടുക്കുകയുണ്ടായി. റോമൻ റെയിൻസ് ഒരു സൂപ്പർമാൻ പഞ്ച് അവിടെ കൊടുക്കുകയുണ്ടായി. റോമന്റെ കയ്യിൽ നിന്നും ഒരു സ്പിയർ ആയിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ ആ ഒരു സ്പിയർ മാറ്റിക്കൊണ്ട് അതൊരു പെഡിഗിരിയാക്കിയിട്ട് സെത്ത് ഫ്രീക്കിംഗ് റോളിൻസ് മാറ്റുകയുണ്ടായി. എന്നിട്ട് സെത്ത് റോളിൻസ് കാത്തിരുന്നിട്ടുണ്ടായിരുന്നത് കർബ് സ്റ്റോംപ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. റഫറി ഇപ്പോഴും താഴെ കിടക്കുകയാണ് എന്നുള്ളത് ഓർക്കണം. അങ്ങനെ ആ ഒരു കർബ് സ്റ്റോംപ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓടി വന്നു സെത്ത് റോളിൻസ്. അവിടെ നിന്നും റോമൻ റെയിൻസ് മാറുകയുണ്ടായി. എന്നാൽ രണ്ടാമത്തെ അവസരം സെത്ത് റോളിൻസ് മുതലാക്കി. സെത്ത് റോളിൻസ് കർബ് സ്റ്റോംപ് ചെയ്തു. ഒരു സൂപ്പർ സ്റ്റോംപ് ചെയ്യാൻ വേണ്ടിയിട്ട് സെത്ത് റോളിൻസ് ടേൺ ബക്കിളിന്റെ മുകളിലേക്ക് എത്തി. അത് പക്ഷേ മിസ്സായി പോയി. റോമൻ റെയിൻസിന്റെ കയ്യിൽ നിന്നും ഒരു സ്പിയർ കിട്ടി. രണ്ടാമത്തെ തവണ റിങ്ങിന്റെ റോപ്പിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ട് റോമൻ റെയിൻസ് ഒരു കിടിലൻ സ്പിയർ കൂടി ചെയ്യുകയുണ്ടായി. അവസാനമായപ്പോഴേക്കും റോമൻ റെയിൻസ് ഭയങ്കര ഇമോഷണലി കണക്ട് ആയിട്ടുണ്ട് എന്നുള്ളത് കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നു. എന്നിട്ട് ഏറ്റവും അവസാനം റോമൻ റെയിൻസ് ഒരു സ്പിയർ കൂടി കൊടുക്കുകയുണ്ടായി. റഫറി എപ്പോഴേക്കും എത്തി. 1, 2 and 3 റോമൻ റെയിൻസ്
ഈസ് ദ വിന്നർ. ബ്ലഡ് ലൈൻ ഇടപെടാതെ, ചെയർ ഷോട്ടുകൾ ഉപയോഗിക്കാതെ, ഒരു വിധത്തിലും ചീറ്റ് പോലും ചെയ്യാതെ സെത്ത് റോളിൻസിനെ ഡയറക്റ്റ് ആയിട്ട് തനിക്ക് തോൽപ്പിക്കണമെന്നുള്ള വാശിയാണ് റോമൻ റെയിൻസിനെ കൊണ്ട് ഈ ഒരു മാച്ചിൽ വിജയിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. മത്സരശേഷം രണ്ടുപേരും രണ്ട് കോർണറുകളിലായിട്ട് ഇരിക്കുകയുണ്ടായി. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി. റോമൻ റെയിൻസ് എഴുന്നേറ്റ് നിന്നു. റോമൻ എഴുന്നേറ്റിട്ട് തൻ്റെ ഷീൽഡിലെ ആ ഒരു പോസ് റിങ്ങിൻ്റെ സെൻട്രൽ വെച്ചുകൊണ്ട് ചെയ്യുകയുണ്ടായി. സെത്ത് റോളിൻസിനെ ഇൻവൈറ്റ് ചെയ്തു. ഷീൽഡിൻ്റെ മാസ്ക് ആ ഒരു റിങ്ങിൻ്റെ സെൻട്രൽ വെച്ചുകൊണ്ട് സെത്ത് റോളിൻസ് റോമൻ്റെ കൈയോട് കൈ ചേർത്ത് വെച്ചു. അങ്ങനെ നമ്മുടെ സമ്മർ സ്ലാം സീസൺ അവിടെ കഴിഞ്ഞിരിക്കുന്നു. ഡേ 1 കഴിഞ്ഞു, ഡേ 2 കഴിഞ്ഞു. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഡേ 1 ആണോ 2 ആണോ? വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ. ഇനിയും അടുത്ത ആഴ്ച മറ്റേതെങ്കിലും സ്റ്റോറിയുമായിട്ട്, സാറ്റർഡേ നൈറ്റ് സ്റ്റോറിയുമായിട്ട് ഞാൻ വരുന്നതാണ്. അതുവരേക്കും ബൈ ഗായ്സ്.